मैं लड़ाई लड़ रहा हूं आपके लिए। भाइयों बहनों, ज्यादा से ज्यादा ये मेरा क्या कर लेंगे भाई? नहीं बताइए क्या कर लेंगे? अरे हम तो फकीर आदमी है, झोला लेके चल पड़ेंगे। നമസ്കാരം. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് 5 കാര്യങ്ങളാണ്. 1. ലോക പോലീസും വിശ്വഗുരുവും. 2. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ്. 3. ട്രംപിൻ്റെ താരിഫും US-ൻ്റെ പതനവും. 4. ഇന്ത്യ റഷ്യ ചൈന സഖ്യം. 5. ലോകത്തിൻ്റെ ഗതി മാറ്റിമറിച്ച മോദിജിയുടെ നയതന്ത്രം. ആദ്യമായി നമ്മൾ പരിശോധിക്കുന്നത് ആധുനിക ലോകത്ത് ഭാരതത്തിൻ്റെ സ്ഥാനവും ലോക പോലീസായ അമേരിക്കയുടെ പതനത്തിൻ്റെ ആരംഭവുമാണ്. ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാജ്യമാണ് അമേരിക്ക. 2026 കണക്കനുസരിച്ച് അമേരിക്കയുടെ GDP $31.8 ട്രില്യൺ. 20.6 ട്രില്യൺ ഡോളറുമായി ചൈനയാണ് 2ാം സ്ഥാനത്ത്. ജർമ്മനി 5.3 ട്രില്യൺ ഡോളറും 4ാം സ്ഥാനത്ത് 4.5 ട്രില്യൺ ഡോളറുമായി ഇന്ത്യയും. US, ചൈന, ജർമ്മനി, ഇന്ത്യ, ഇതാണ് നടപ്പ് സാമ്പത്തിക വർഷത്തെ സ്ഥിതി. എന്നാൽ റോക്കറ്റ് വേഗത്തിൽ കുതിക്കുന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ജർമ്മനിയെയും തുടർന്ന് ചൈനയെയും മറികടക്കുമെന്നാണ് പ്രവചനങ്ങൾ വരുന്നത്. 1ാം സ്ഥാനത്തുള്ള അമേരിക്കയുടെ വിദേശ ആഭ്യന്തര നയങ്ങൾ എന്നും വിമർശന വിധേയമാണ്. അമേരിക്ക ലോക പോലീസും സ്വഭാവത്തിൽ തെരുവുകുണ്ടയുമാണ്. അമേരിക്ക കണ്ണുരുട്ടിയാൽ പലരും ഭയന്നിരുന്നു. റഷ്യയും ചൈനയും വടക്കൻ കൊറിയയും ഒഴിച്ച് ലോകരാജ്യങ്ങൾ അമേരിക്കയെ ഭയന്നിരുന്നു. 2014 മോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്നതോടെ ഇന്ത്യ അമേരിക്ക ബന്ധം കൂടുതൽ ശക്തിപ്പെട്ടു. ഈ വ്യാപാര ബന്ധം ഇന്ത്യക്ക് മാത്രമല്ല അമേരിക്കയ്ക്കും ഗുണപ്രദമായി. ഭാരതത്തിൽ നിന്നുള്ള മരുന്നുകൾ കുറഞ്ഞ നിരക്കിൽ ലഭിക്കുന്നത് വഴി അമേരിക്കയ്ക്ക് ലാഭം മാത്രമല്ല, ഗുണനിലവാരമുള്ള അത്തരം മരുന്നുകൾ അവിടുത്തെ മധ്യവർഗത്തിൻ്റെയും സാധാരണക്കാരൻ്റെയും ആശ്വാസവുമായിരുന്നു. അമേരിക്ക ഇന്ത്യയുടെ മുഖ്യ വ്യാപാര പങ്കാളി കൂടിയാണ് എന്നത് ഓർക്കണം. ഇതോടൊപ്പം ഇലക്ട്രോണിക്സും ഡയമണ്ടും ശുദ്ധീകരിച്ച പെട്രോളിയവും മെഡിക്കൽ ഉപകരണങ്ങളും തുണികളുമടക്കം നിരവധി ഉൽപ്പന്നങ്ങൾ, സ്പൈസസ്, റൈസ്, പ്രോസസ്ഡ് ഫുഡ് തുടങ്ങി അനവധി ഉൽപ്പന്നങ്ങൾ. $130 ബില്യൺ വ്യാപാരമാണ് നടക്കുന്നത്. പിന്നെ IT പ്രൊഫഷണൽസ്, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, നഴ്സുമാർ, ഗവേഷകരടക്കം ബൗദ്ധിക വ്യാപാരവും, ഇതിനെ വ്യാപാരമെന്ന് പറയാമോ എന്നറിയില്ല, നടക്കുന്നു. ചുരുക്കത്തിൽ 2 പേർക്കും ഒഴിവാക്കാനാവാത്ത ബന്ധം നിലനിൽക്കുന്നുണ്ട്. ട്രംപിൻ്റെ പ്രസംഗങ്ങളിൽ എല്ലായ്പ്പോഴും ഇന്ത്യയെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ ആവർത്തിച്ചു വരുന്ന ഒന്നായിരുന്നു മൈ ബെസ്റ്റ് ഫ്രണ്ട് മോദി. ഇത് പറയുമ്പോൾ ട്രംപിൻ്റെ മനസ്സിൽ എന്തായിരുന്നിരിക്കും ചിന്ത എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? സംശയം വേണ്ട, അങ്ങനെ പൊക്കിയടിച്ച് മോദിജിയെ പോക്കറ്റിലാക്കി എന്നായിരിക്കും. എന്നാൽ ട്രംപിന് മോദിജിയുടെ ജാതകം ശരിക്കറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഭാരതത്തിൻ്റെ മാത്രമല്ല ലോക ശാക്തിക ചേരിയുടെ തന്നെ ജാതകം തിരുത്തി കുറിച്ച മോദിജിക്ക് ട്രംപിൻ്റെ മാത്രമല്ല അമേരിക്കയുടെ മുഴുവൻ ജാതകം സ്പഷ്ടമായി അറിയാം. ഇപ്പോഴത്തെ പ്രതിസന്ധി മോദിജി മുൻകൂട്ടി കണ്ടിരുന്നുവെന്ന് വേണം ഊഹിക്കാൻ. കാരണം രാഷ്ട്രീയം അറിയുന്ന ഏതൊരാൾക്കും അറിയാം, ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ മറികടന്നാൽ ശാക്തിക ചേരികളിൽ വരുന്ന മാറ്റങ്ങൾ. 2014 മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മോദിജി ചെറുതും വലുതുമായ രാജ്യങ്ങളിലേക്ക് 200ഓളം യാത്രകൾ നടത്തുകയുണ്ടായി. എന്നാൽ ഈ ഓരോ യാത്രകളും രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര വാണിജ്യ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാനുള്ള നയതന്ത്ര സന്ദർശനങ്ങളായിരുന്നുവെന്ന് പിൽക്കാല സംഭവങ്ങൾ സാക്ഷിയാണ്. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിന് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര വാണിജ്യ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയുടെ മാനദണ്ഡം ആ രാജ്യത്തിൻ്റെ GDP നോക്കിയാണ് നിർണ്ണയിക്കുന്നത്. 2014 ഇന്ത്യയുടെ GDP 10ാം സ്ഥാനത്തായിരുന്നു. ഇന്നത് 4ാം സ്ഥാനത്താണ്. US, ചൈന, ജർമ്മനി, ഇന്ത്യ എന്ന ക്രമത്തിലാണുള്ളത്. വികസിത രാജ്യങ്ങളെ മറികടന്ന് ഇന്ത്യ വികസിക്കുമ്പോൾ പിന്തള്ളപ്പെടുന്ന രാജ്യങ്ങൾ അതിനെ അതിജീവിക്കാനും തടയിടാനും ശ്രമിക്കുക സ്വാഭാവികമാണ്. എന്നാൽ ഈ വളർച്ചയിൽ ഏറ്റവും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കാൻ സാധ്യതയുള്ള രാജ്യം 1ാമത്തെ ശക്തിയായ അമേരിക്ക തന്നെ ആയിരിക്കുമെന്ന കാര്യത്തിൽ നമുക്ക് മാത്രമല്ല മുഴുവൻ ലോകരാജ്യങ്ങൾക്കും സംശയമില്ല. അമേരിക്ക ലോകത്ത് 1ാം നമ്പർ സ്ഥാനത്ത് നിലനിൽക്കുന്നതിന് കാരണം 2ആണ്. ഒന്നാമതായി ലോക വ്യാപാരത്തിനായി ഡോളറിനെ ഒരു വിനിമയ കറൻസിയായി എല്ലാവരും ഉപയോഗിക്കുന്നതിലൂടെ അമേരിക്കയ്ക്കുള്ള നേട്ടം.
രണ്ടാമതായി, ലോകത്തെ മറ്റൊരു രാജ്യവും വളർച്ച നേടാതിരിക്കാനുള്ള വിവിധങ്ങളായ തടസ്സങ്ങൾ സൃഷ്ടിക്കൽ. അമേരിക്കൻ CIA സഹായത്തോടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്നത് മുതൽ ഭരണകൂടങ്ങളെ അട്ടിമറിക്കുന്നത് വരെയുള്ള നടപടികൾ അമേരിക്ക ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും നേപ്പാളിലും എന്തിന് പാകിസ്ഥാനിലും നടത്തിയ അട്ടിമറികൾ നമ്മൾ കണ്ടതാണ്. വിയറ്റ്നാമിനെതിരെയും അഫ്ഗാനിസ്ഥാനെതിരെയും ഇറാഖിനെതിരെയും ലിബിയയ്ക്കെതിരെയും നടത്തിയ സൈനിക നടപടികളും ഏറ്റവും ഒടുവിൽ വെനസ്വേലൻ ഭരണാധികാരി മഡൂറോയെ തട്ടിക്കൊണ്ടുപോയതും നമ്മൾ കണ്ടു. ഇത്തരത്തിൽ റഷ്യ അടക്കമുള്ള നിരവധി രാജ്യങ്ങളുടെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ചുരുക്കത്തിൽ, ലോകാധിപത്യം നിലനിർത്താനുള്ള അമേരിക്കയുടെ ദുരാഗ്രഹത്തിന് ആദ്യമായി പ്രഹരമേൽപ്പിച്ചുകൊണ്ടാണ് കഴിഞ്ഞ കുറേ മാസങ്ങൾ കടന്നുപോയത്. ഈ പ്രഹരം നൽകിയത് മറ്റാരുമല്ല, ഭാരതവും ശ്രീ നരേന്ദ്രമോദിജിയുമാണ്. അമേരിക്കയുടെ ഈ നീക്കം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് മോദിജി കരുക്കൾ നീക്കിയത് എന്ന് ഭാരതത്തിൻ്റെ വിദേശ നയത്തിൻ്റെയും ആഭ്യന്തര വളർച്ചയുടെയും ദിശ നോക്കിയാൽ മനസ്സിലാകും. ലോകരാഷ്ട്രീയത്തിൽ മോദിജിയുടെ സ്ഥാനം അദ്വിതീയവും മുമ്പൊരിക്കലും ലോകം കണ്ടിട്ടില്ലാത്തതുമാണ്. ഇതിൽ എടുത്തു പറയേണ്ട ഒന്നാണ് കൊറോണ കാലത്ത് ഇന്ത്യ ഉൽപ്പാദിപ്പിച്ച വാക്സിനുകൾ ഇതര രാജ്യങ്ങളിലേക്ക് സൗജന്യ നിരക്കിൽ നൽകി ആ രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവൻ രക്ഷിച്ചു എന്നുള്ളത്. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ തങ്ങളുടെ രാജ്യത്ത് വിതരണം പൂർത്തീകരിച്ച് മാത്രമേ മറ്റു രാജ്യങ്ങൾക്ക് വാക്സിൻ നൽകൂ എന്ന് തീരുമാനിച്ചപ്പോൾ ഇന്ത്യ മറ്റു രാജ്യങ്ങളിലെ ജനതയുടെ ജീവനും വിലമതിക്കുകയും അവർക്കും വാക്സിൻ എത്തിച്ചു നൽകുകയും ചെയ്തു. നമ്മളിൽ പലരും ഇന്ന് ജീവനോടെ ഇരിക്കുന്നത് സമയത്ത് ലഭിച്ച വാക്സിനിലൂടെയാണെന്ന സത്യവും മറക്കരുത്. 25-ൽ പരം രാജ്യങ്ങൾ തങ്ങളുടെ രാജ്യത്തിലെ പരമോന്നത സിവിലിയൻ ബഹുമതി നൽകി മോദിജിയെ ആദരിച്ചതിനു പിന്നിലുള്ള ചേതോവികാരം മറ്റൊന്നല്ല. ഏറ്റവും ഒടുവിൽ ഇസ്രയേലും അവരുടെ പരമോന്നത സിവിലിയൻ ബഹുമതി നൽകി മോദിജിയെ ആദരിക്കുകയുണ്ടായി. ഒരു വിശ്വസ്ത സുഹൃത്തും പങ്കാളിയുമായി അവർ മോദിജിയെ കാണുന്നു. രണ്ടാമത്തെ കാര്യം വ്യാപാര ബന്ധത്തിലെ പുതിയ നയമാണ്. മ്യൂച്വൽ ബെനിഫിറ്റ് അഥവാ പരസ്പര നേട്ടം. വ്യാപാര ബന്ധങ്ങളിൽ രണ്ട് പക്ഷത്തും നേട്ടമുണ്ടാവണമെന്നത് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ ചൂഷണം ചെയ്യുകയെന്ന പഴയ രീതിയിൽ നിന്നുള്ള മാറ്റമാണ്. ഇതും ഇതര രാജ്യങ്ങൾക്ക് പ്രിയങ്കരമായി മാറി. ചുരുക്കത്തിൽ, മോദിജിയും ഭാരതവും ലോകത്തിൻ്റെ ഉത്തമ പങ്കാളിയായി മാറിയിരുന്നു. ഈ സന്ദർഭത്തിലാണ് ഇന്ത്യക്ക് മേലുള്ള ട്രംപിൻ്റെ താരിഫ് വരുന്നത്. അതിന് കാരണമായി പറഞ്ഞത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് യുക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യയെ സഹായിക്കുന്നതിന് തുല്യമാണെന്ന് തൊടുന്യായമായിരുന്നു. ഇന്ത്യയേക്കാൾ കൂടുതൽ എണ്ണ വാങ്ങുന്ന ചൈനയല്ല ട്രംപിൻ്റെ ലക്ഷ്യം, ഇന്ത്യ തന്നെയാണ്. ഇതിന് കാരണമായി നിരവധി മാറ്റങ്ങൾ 2014 ശേഷം ഇന്ത്യയിൽ സംഭവിച്ചു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ചാന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് പൂർണ്ണ വിജയത്തിന് ശേഷം അമേരിക്കയുടെ കമൻറ്റ് ഭാരതവുമായി ചേർന്ന് സംയുക്ത ചാന്ദ്രയാൻ യാത്രയ്ക്ക് തയ്യാറാണെന്നാണ്. പട്ടം പറത്തുന്നത് പോലെ 10-12 പ്രാവശ്യം ചന്ദ്രനിലിറങ്ങി ചന്ദ്രൻപിള്ളയുടെ ചായക്കടയിൽ നിന്ന് ഒരു ചായയും കുടിച്ച് കൂളായി തിരികെ വന്ന അമേരിക്ക പറയുന്നു സംയുക്ത സംരംഭത്തിന് തയ്യാറാണെന്ന്. അതാണ് ഇതിൻ്റെ അർത്ഥം. അമേരിക്ക ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയെന്ന വാദം പൊള്ളയാണെന്ന് തെളിയിക്കുന്ന പ്രസ്താവനയാണ്. അതെ, അത് മറ്റൊരു വിഷയമാണ്. വേണ്ടി വന്നാൽ മറ്റൊരു എപ്പിസോഡിൽ നമുക്കത് പരിശോധിക്കാം. ബെസ്റ്റ് ഫ്രണ്ട് മോദി ഒരു ട്രെൻഡിങ് വാക്യമായി മാധ്യമങ്ങളിൽ നിറഞ്ഞു. ട്രംപിൻ്റെ ഈ പ്രശംസയിൽ മോദിജി വീണുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവും. എന്നാൽ നയതന്ത്ര രഹസ്യങ്ങൾ പഠിക്കുന്ന ഏതൊരാൾക്കും അറിയാം ഇത് ട്രംപിൻ്റെ പൊക്കിയടിക്കലാണെന്ന്. ഒരു രാജ്യവുമായി നമ്മൾ നയതന്ത്ര ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ആദ്യം പരിശോധിക്കുന്നത് ആ രാജ്യത്തെക്കുറിച്ചുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളാണ്. അമേരിക്കയെക്കുറിച്ച് ലോകത്തോട് പറയേണ്ട കാര്യമില്ല. സ്വന്തം ആധിപത്യത്തിനു വേണ്ടി രാജ്യങ്ങളെ തമ്മിലടിപ്പിച്ചും ഭയപ്പെടുത്തി വരുതിയിലാക്കിയും തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ അട്ടിമറിച്ചും രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ തകർത്തും തങ്ങളുടെ ആധിപത്യം നിലനിർത്താൻ എപ്പോഴും അമേരിക്ക ശ്രമിച്ചിട്ടുണ്ട്. അമേരിക്കൻ ചാരസംഘടനയായ CIA-യും ജോർജ് സോറോസിൻ്റെ ഡീപ് സ്റ്റേറ്റും ചേർന്ന് നടത്തിയ ഹീനകൃത്യങ്ങൾ ലോകത്ത് പാട്ടാണ്. ലോക പോലീസായി നിലനിൽക്കാനുള്ള അമേരിക്കയുടെ താൽപ്പര്യമാണ് ഇത്തരം ഭ്രാന്തികൾക്ക് പിന്നിൽ. ഇന്ത്യക്കെതിരെ പാകിസ്ഥാനെ തിരിച്ചുവിടുന്നത് മറ്റാരുമല്ല, അമേരിക്ക തന്നെയാണ്. വേൾഡ് ട്രേഡ് സെൻറ്റർ തകർത്ത ബിൻ ലാദനെ സംരക്ഷിച്ചത് പാകിസ്ഥാനാണെങ്കിലും അവർക്കുള്ള സാമ്പത്തിക സഹായത്തിന് ഒട്ടും കുറവ് വരുത്തിയിരുന്നില്ല. ഭാരതത്തിൽ നോട്ട് നിരോധനം വന്നപ്പോഴാണ് പാകിസ്ഥാൻ പാപ്പരായി തുടങ്ങിയത്. ആ തകർച്ചയിലും അവർക്ക് കൈത്താങ്ങായി ലോകബാങ്ക് എത്തിയത് അമേരിക്കയുടെ പിന്തുണയിലാണ്. ഒറ്റ കാരണമേ ഉള്ളൂ, ഏഷ്യയിൽ അമേരിക്കയുടെ അപ്രഖ്യാപിത താവളമാണ് പാകിസ്ഥാൻ. ഇന്ത്യയെയും ചൈനയെയും ദുർബലപ്പെടുത്താൻ പാകിസ്ഥാനെ പോലൊരു അടിമയെ വേറെ കിട്ടില്ല. അതുതന്നെ പാകിസ്ഥാൻ്റെ അണുബോംബ് എന്ന വീരവാദത്തിന് ഫുൾ സ്റ്റോപ്പ് ഇട്ടത് ഓപ്പറേഷൻ സിന്ദൂറാണ്. പാകിസ്ഥാനിലെ 9 എയർബേസുകൾ നമ്മൾ തകർത്തതിൽ നൂർഖാൻ എയർബേസ് തകർത്തപ്പോൾ അമേരിക്കയുടെ ഒരു വിമാനം അവിടെ പറന്നെത്തി. എന്തിനെന്നറിയാമോ? അവിടെ സൂക്ഷിച്ചിരുന്ന അണുബോംബുകളിൽ നിന്ന് റേഡിയേഷൻ പുറത്തു വരുന്നുണ്ടോ എന്നറിയാൻ.
പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് റാവൽപിണ്ടിയിലെ നൂർഖാൻ എയർബേസിലെ ബോംബിങ്ങിന് ശേഷം തുടർച്ചയായ ഭൂചലനങ്ങൾ ഉണ്ടായതായാണ്. അതായത് അണ്ടർഗ്രൗണ്ടിൽ സൂക്ഷിച്ചിരുന്ന ബോംബുകൾ ഒന്നൊന്നായി പൊട്ടിത്തെറിച്ചു എന്നർത്ഥം. ഈ പ്രദേശം പൂർണ്ണമായി അമേരിക്കൻ സൈന്യത്തിൻ്റെ അണ്ടറിലാണെന്നതും നാം തിരിച്ചറിയണം. പാകിസ്ഥാനിലെ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ഫണ്ട് നൽകി സഹായിക്കുന്നത് അമേരിക്കയാണെന്ന് ഒരു പാകിസ്ഥാനി തന്നെ മാധ്യമപ്രവർത്തകരോട് പറയുകയുണ്ടായി. ചുരുക്കത്തിൽ ഇന്ത്യയെ ദുർബലമാക്കാനും ശിഥിലീകരിക്കാനും പാകിസ്ഥാനിലെ തീവ്രവാദ ശക്തികളെ പോറ്റി വളർത്തുന്നത് മറ്റാരുമല്ല, അമേരിക്ക തന്നെയാണ്. കഴിക്കാൻ ഭക്ഷണമില്ലാതെ ലോകത്തിൻ്റെ മുമ്പിൽ തെണ്ടി നടക്കുന്ന പാകിസ്ഥാന് ഇന്ത്യക്കെതിരെ തീവ്രവാദം നടത്താൻ ഒരു ബാഹ്യശക്തിയുടെ പിന്തുണ കൂടാതെ കഴിയുകയേയില്ല. ഇത്തരം വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഭാരതത്തിൻ്റെ നയതന്ത്ര നീക്കങ്ങളെല്ലാം തന്നെ. നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ റഡാറിൽ പെടാത്ത ഒരു സംഗതിയും ഇല്ല എന്ന് തന്നെ പറയാം. ആപത്ഘട്ടങ്ങളെ അവസരങ്ങളാക്കി മാറ്റാൻ മോദിജിക്ക് പ്രത്യേക കഴിവാണുള്ളത്. അതിൻ്റെ ഏറ്റവും മഹത്തായ ഉദാഹരണമാണ് കൊറോണ കാലഘട്ടം. ലോകം മുഴുവൻ നിശ്ചലമായി ഇറങ്ങലിച്ച് നിന്നപ്പോൾ പ്രകാശത്തിൻ്റെ കൈത്തിരിയുമായി ഭാരതം മുന്നോട്ട് വന്നതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും മോദിജിക്കുള്ളതാണ്. അമേരിക്ക അടക്കമുള്ള വികസിത രാജ്യങ്ങൾ മറ്റു രാജ്യങ്ങൾക്ക് വാക്സിൻ നൽകാൻ ആദ്യം മടിച്ചു നിന്നപ്പോൾ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും അടക്കമുള്ള രാജ്യങ്ങൾക്ക് വാക്സിൻ എത്തിച്ചു നൽകി ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിച്ചത് മോദിജിയുടെ നീക്കങ്ങളായിരുന്നു. ലോകരാജ്യങ്ങളുടെ GDP കുത്തനെ ഇടിഞ്ഞപ്പോൾ ഇന്ത്യയുടെ GDP ഉയരുകയാണുണ്ടായത്. ഉൽപ്പാദന മേഖല സ്തംഭിച്ചു നിന്നപ്പോൾ ആരോഗ്യ സുരക്ഷാ ഉപകരണങ്ങളും ഭക്ഷ്യവസ്തുക്കളും കയറ്റി അയച്ച് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ മുന്നോട്ട് കൊണ്ടുപോയി. ഇതിനെയാണ് ആപത്ഘട്ടങ്ങളെ അവസരമാക്കി മാറ്റുക എന്ന് പറയുന്നത്. ഇന്ത്യൻ യുദ്ധോപകരണങ്ങളുടെ കരുത്തു തെളിയിച്ച ഓപ്പറേഷൻ സിന്ദൂർ രണ്ടു രാജ്യങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു. ഒന്ന് ചൈനയും രണ്ടാമതായി അമേരിക്കയും. പാകിസ്ഥാനിലുള്ള അമേരിക്കയുടെ ആണവ താവളം തകർക്കപ്പെട്ടതോടെ ഒരു കാര്യം അമേരിക്കയ്ക്ക് ബോധ്യമായി: ഭാരതം ലോകത്തിലെ പ്രതിരോധിക്കാൻ കഴിയാത്ത ഒരു സൈനിക ശക്തിയായി മാറിയെന്നത്. തുടർന്നുള്ള അമേരിക്കയുടെ ഓരോ നീക്കങ്ങളും ഭാരതത്തിനെതിരായ നടപടികളായിരുന്നു. വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നിൽ താനാണെന്ന് സമർത്ഥിക്കാൻ വലിയ ശ്രമം നടന്നു. അത് വിജയിച്ചില്ല. പാകിസ്ഥാന് വായ്പകൾ അറേഞ്ച് ചെയ്ത് കൊടുത്ത് ഭാരതത്തെ പ്രകോപിപ്പിക്കാൻ നോക്കി. റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തിവെപ്പിക്കാൻ വളരെയേറെ പണിപ്പെട്ടു. 25%, 50% താരിഫ് ഏർപ്പെടുത്തി ഭാരതത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കാനും മുട്ടുകുത്തിക്കാനുമുള്ള വലിയ ശ്രമം നടന്നു. ഒടുവിൽ സംഭവിച്ചതെന്താണ്? അമേരിക്ക പ്രതീക്ഷിച്ചത് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും സെൽഫ് ഡിക്ലെയർഡ് ഫെയിൽഡ് മാർഷൽ അസീം മുനീറും ചെയ്തതുപോലെ അമേരിക്കയുടെ മുന്നിൽ മുട്ടുമടക്കുമെന്നാണ്. ട്രംപിൻ്റെ താരിഫിൽ ഏറെ സന്തോഷിച്ചത് ട്രംപിനേക്കാൾ അധികമായി ഇറ്റാലിയൻ രക്തമുള്ള രാഹുലാണെന്നതായിരുന്നു സത്യം. എന്നാൽ മോദിജി പഠിച്ച സ്കൂളിൻ്റെ വരാന്തയിൽ പോലും നിൽക്കാൻ യോഗ്യതയില്ലാത്ത ട്രംപ് മുതൽ രാഹുൽ വരെയുള്ള സർവ്വ ഇന്ത്യാ വിരുദ്ധരെയും ഞെട്ടിച്ചുകൊണ്ട് മോദിജി തൻ്റെ ആവനാഴിയിൽ നിന്ന് മറ്റൊരു ബ്രഹ്മാസ്ത്രം പുറത്തെടുത്തു. അത് തൻ്റെ അക്ഷൗഹിണി പടയെ സുസജ്ജമാക്കി. പിന്നെ നമ്മൾ കാണുന്നത് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത ചൈന എന്ന ചതിയൻ ചന്തുവിനെയും റഷ്യയെയും കൂട്ടുചേർത്ത് പുതിയ സഖ്യം മെനയുന്നതാണ്. ആഫ്രിക്കയും അറബ് രാജ്യങ്ങളും അടങ്ങിയ സുഹൃദ് രാജ്യങ്ങളിൽ പുതിയ വ്യാപാര കരാറുകൾ ഉണ്ടാക്കി പുതിയ മാർക്കറ്റ് തുറന്നു. യൂറോപ്യൻ യൂണിയനിലെ 27 രാജ്യങ്ങളുമായി ദീർഘനാളായി നടത്തിവന്ന വ്യാപാര ചർച്ചകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ തീർപ്പാക്കി കഴിഞ്ഞ ജനുവരി 27-ന് ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ് ഒപ്പുവെച്ചതോടെ വലിയൊരു മാർക്കറ്റ് തുറന്നു കിട്ടി. ഇതിനെ മദർ ഓഫ് ഓൾ ഡീൽസ് എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇത് വലിയ തൊഴിലവസരങ്ങളും നമ്മുടെ ഉൽപ്പാദകർക്ക് വലിയ വിപണിയും തുറന്നു നൽകി. ട്രംപിൻ്റെ താരിഫ് നമുക്ക് താൽക്കാലികമായ ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചുവെങ്കിലും അതിൽ നിന്നും നമ്മൾ കരകയറിയത് ഒരു പുതിയ വ്യാപാര സാമ്രാജ്യം തുറന്നുകൊണ്ടാണ്. കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് മനസ്സിലാക്കിയ ട്രംപ് മുട്ടുമടക്കി ഭാരതത്തിൻ്റെ മേലുള്ള താരിഫ് 18% കുറയ്ക്കുകയും കരാറിൽ ഏർപ്പെടുകയും ചെയ്തു. കരാറിലേക്ക് നയിച്ച സംഭവം കൂടി നാം അറിയണം. പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽജി ആണ് ഇതിനായി നിയോഗിക്കപ്പെട്ടത്. രാമബാണം ഒന്ന് മാത്രം: ട്രംപിൻ്റെ കാലാവധി കഴിയുന്നതുവരെ കാത്തിരിക്കാൻ ഇന്ത്യ തയ്യാറാണ് എന്നത്. ഇന്ത്യക്കെതിരായ ഉപരോധം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിൽ വലിയ പ്രത്യാഘാതം സൃഷ്ടിച്ചിരുന്നു. ട്രംപിന് പിടിച്ചു നിൽക്കാൻ മറ്റു വഴികളില്ലാതെ ഭാരതവുമായി കരാറിൽ എത്തിച്ചു. കാർഷിക രാജ്യമായ ഭാരതത്തിൻ്റെ 80% ജനങ്ങളും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടാണ് ജീവിക്കുന്നത്. 3 മേഖലയിൽ കടന്നു കയറാൻ ഒരു വിദേശ രാജ്യത്തെയും നമ്മൾ അനുവദിക്കുന്നതല്ല എന്ന് മോദിജി പ്രഖ്യാപിച്ചു. 1 കാർഷിക മേഖല, 2 ക്ഷീരമേഖല, 3 മത്സ്യമേഖല. ഈ 3 മേഖലയെ സംരക്ഷിച്ചുകൊണ്ടുള്ള കരാറാണ് എല്ലാ രാജ്യങ്ങളുമായി നമ്മൾ ഒപ്പുവെച്ചത്. ഈ മേഖലയിൽ കടന്നു കയറാൻ അമേരിക്ക വലിയ ഉത്സാഹം കാണിച്ചിരുന്നു. അതിന് കാരണം ഭാരതത്തിൻ്റെ ഈ മേഖലയെ തകർത്താൽ ഭാരതത്തെ ദുർബലമാക്കാമെന്ന് അവർക്കറിയാം. എന്നാൽ അമേരിക്കയുടെ നക്കാപ്പിച്ച വാങ്ങി ഭാരതത്തിനെതിരെ പ്രവർത്തിക്കുന്നവർ ആക്റ്റീവായിട്ടുണ്ട്. കർഷക സമരം എന്ന പേരിൽ അവർ രംഗത്ത് വരാൻ പോകുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശത്രുക്കൾ പുറത്തല്ല, അകത്താണുള്ളത്.
മുഗൾ ഭരണമായാലും ബ്രിട്ടീഷ് ഭരണമായാലും നമ്മുടെ തലയ്ക്ക് മുകളിൽ വന്നത് അവരുടെ കരുത്തുകൊണ്ടല്ല, നമ്മുടെ കൂട്ടത്തിലുള്ള നെറികെട്ട ദല്ലാളന്മാരുടെ സഹായം കൊണ്ടാണ്. എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് ഭാരതം 4ാമത്തെ സമ്പദ് വ്യവസ്ഥയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇതിനിടയിൽ UAE ഭരണാധികാരി ഇന്ത്യയിലെത്തുകയും ഭാരതവുമായി പ്രതിരോധ കരാറിൽ ഒപ്പുകയും ചെയ്തു. ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ റോക്കറ്റ് വേഗത്തിലുള്ള വളർച്ചയാണ്. 2047 ഇന്ത്യ ലോകത്തെ 2ാമത്തെയോ 1ാമത്തെയോ സാമ്പത്തിക ശക്തിയായി മാറും. ഭാരതം ലോക പോലീസായല്ല, വിശ്വസ്ത സുഹൃത്തും പാർട്ണറുമായാണ് വളരാൻ പോകുന്നത്. മോദിജിയുടെ മ്യൂച്വൽ ബെനിഫിറ്റ് എന്ന തത്വമാണ് നമ്മുടെ മന്ത്രം. വസുധൈവ കുടുംബകം എന്നതാണ് ഭാരതത്തിൻ്റെ നയം, അതായത് ലോകം ഒരു കുടുംബമാണ് എന്ന വൈദിക സങ്കല്പം. അവസാനമായി ഒരു വാക്കുകൂടി പറയട്ടെ. നമ്മുടെ അയലത്തിരുന്ന് മതതീവ്രവാദം വളർത്തി സ്വയം തകരുന്ന പാകിസ്ഥാനും ബംഗ്ലാദേശിനുമുള്ള താക്കീത് കൂടിയാണിത്. ഭാരതത്തിനെതിരായ പ്രോക്സി വാർ അവസാനിപ്പിച്ച് സഹകരണത്തിൻ്റെ പാതയിൽ വന്നാൽ അവിടുത്തെ ജനങ്ങൾ പട്ടിണി കൂടാതെ ജീവിക്കും. കാലത്തിൻ്റെ ചുവരെഴുത്ത് വായിക്കാൻ കഴിയാത്ത ആഭ്യന്തര ശത്രുക്കൾക്ക് കൂടിയുള്ള ഒരു താക്കീതാണിത്. നന്ദി, നമസ്കാരം.